ഞാൻ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കാറ് ജീരകശാല റൈസായിട്ടാണ് കേട്ടോ. ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് ബസ്മതി റൈസായിട്ട്. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, അതേപോലെ കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരി മാറ്റി വെക്കണം കേട്ടോ. ഇനി ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചൂടുള്ള വെള്ളത്തിലേക്ക് ഉപ്പും ഓയിലും കരിവേപ്പിലും ഇട്ടതിന് ശേഷം ഈ അരി അതിലേക്ക് ഇട്ടെടുക്കട്ടോ. എന്നിട്ട് അതൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കൗവിൻ്റെ ഗീ ആട്ടതേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ റൈസിന് കിട്ടുള്ളൂ. പിന്നെ ഓയിലും കൂടി ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, പട്ടയും, പൂവും, ഏലക്കായും, അതേപോലെ കട്ട് ചെയ്ത് വെച്ച വെള്ളിയുള്ളിയും ക്യാരറ്റും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുക്ക് ചെയ്ത റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അടിപൊളി ഗീ റൈസ് റെഡി ആയിക്കണേ.